ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. എല്ലാ വനിതകൾക്കും കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരേ ഒരു ദിവസം. ഇന്ന് എന്തൊക്കെയായാലും വുമൻസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കുറച്ച് ഫ്രീ ആയി കിട്ടുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്ന കോമ്പറ്റീഷനായിരുന്നു. ആര് ബോട്ടിലിൽ ആദ്യം വെള്ളം നിറയ്ക്കും എന്നൊരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ബോട്ടിൽ നിറയ്ക്കുന്ന കൂട്ടുകാരിയാണ് ഇതിൽ ഫസ്റ്റായത്. അടുത്തതായി സ്ലോ ബൈക്ക് റേസ് ആണ്. അതിനായി വനിതകളെല്ലാവരും മുന്നോട്ട് വന്നു. ഇതാ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ പതിയെ എല്ലാവരും അവരവരുടെ കോൺസെൻട്രേഷൻ വണ്ടിയിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആദ്യത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫൈനലും ഏകദേശം കഴിഞ്ഞു. നെക്സ്റ്റ് കോമ്പറ്റീഷനാണ് മ്യൂസിക്കൽ ചെയർ. ഇതിനായി കുറേ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും കുറച്ച് ഞാൻ വീഡിയോസ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതുപോലെ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ എല്ലാ വനിതകളും ഈ ദിവസം യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. അവസാനത്തെ നിമിഷത്തിലേക്കുള്ള മത്സരമാണിത്, മ്യൂസിക്കൽ ചെയറിൻ്റെ. പതിയെ സമയം പോയതറിഞ്ഞില്ല. വൈകിട്ട് 6-6:30 ലാസ്റ്റ് ഒരു ചെയറിന് വേണ്ടിയുള്ള മത്സരമാണ്. അതാ എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ ഫസ്റ്റായി. ഇനി കുട്ടികൾക്കുള്ള ഒരു മത്സരവും കൂടി നടത്തിയിരുന്നു. കുഞ്ഞു കുട്ടികളും കൂടി സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് അവർക്കൊരു ഓട്ട മത്സരം വെച്ചിരുന്നു. അതിന് കുറേ കുട്ടികൾ പങ്കെടുത്തു. സംഗീതവും നൃത്തവും ഒരുമിക്കുമ്പോൾ എത്ര മാധുര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു മാധുര്യത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങനെ അലിഞ്ഞിരുന്നു പോയി. കുട്ടികളും അവരുടെ കലാപ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പുറകെ അമ്മമാരുടെ നൃത്തങ്ങളും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണിന് മാത്രമല്ല മനസ്സിനും സന്തോഷമേകുന്ന ഒരു പ്രകടനം. വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, പുറത്ത് കലാരൂപങ്ങളിലും കലകളിലും നൃത്തത്തിനും സ്പോർട്സിനും എല്ലാം ഞങ്ങൾ പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു സന്ദർഭം. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നൃത്തങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു ദിവസം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം നമ്മളുടെ കൂട്ടുകാരും എല്ലാവരും ഒത്തുള്ള ഒരു നല്ല സായാഹ്നം. ഒത്തിരി ജോലി തിരക്കിനിടയിലും ഒരുപാട് സ്ട്രെസ്സിൽ നിന്നും കുറച്ച് സമയം ഒരു മോചനം. വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം. അടുത്തതായിട്ടുള്ള ടീനേജ് കുട്ടികളുടെ പരിപാടിയാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു പ്രോഗ്രാം. ഈ ദിവസം ഞങ്ങൾ ഇതുകൂടാതെ തന്നെ കൊച്ചു കുട്ടികളുടെ പരിപാടിയും ഉണ്ടായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. കുട്ടികൾ അവരുടെ മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. നല്ല കളർഫുള്ളായിരുന്നു. എല്ലാവരെയും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു പ്രോഗ്രാം. വളരെ ഭംഗിയായിരുന്നു. ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതിനാൽ ഓരോന്നും അങ്ങനെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. എല്ലാവർക്കും പ്രൈസുകളൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ലെങ്ത് ആകണ്ട വിചാരിച്ചു ഒത്തിരിയൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും പ്രൈസൊക്കെ ലഭിച്ചു. എനിക്ക് രംഗോലിക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു. ഒത്തിരി സന്തോഷമായിട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ. അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ കണ്ടും കേട്ടും
ആസ്വദിച്ചുമൊക്കെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.